ടി നന്ദഗോപാലിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ചാലിയാർ കരകവിഞ്ഞൊഴുകിയതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വാഴക്കാട്, വാഴയൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളാണ് വെള്ളത്തിനടിയിലായത്. വാഴയൂർ പഞ്ചായത്തിൽ 10ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വാഴക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ച മുന്നേ നമ്മൾ സർവകക്ഷി യോഗം വിളിക്കുകയും അതിൽ കർഷകരെയും എല്ലാവരും ഒരുമിച്ച് വിളിച്ച് അവരുടെ പാടത്തുള്ള വാഴനാട്ടങ്ങളൊക്കെ ഒട്ട് ഒഴിവാക്കാൻ പറഞ്ഞ് അടിയന്തര സാഹചര്യത്തിൽ ഒരുക്കേണ്ട മുൻകരുതലൊക്കെ പഞ്ചായത്ത് എന്ന നിലയിൽ നമ്മൾ ഒരുക്കി. നിലവിലിപ്പോ പഞ്ചായത്തിൽ അങ്ങനത്തെ വീടുകൾ ഒഴിപ്പിക്കാൻ സാഹചര്യം വന്നിട്ടില്ല. ഒറ്റപ്പെട്ട വാർഡുകളിൽ ചില സ്ഥലത്ത് ചെറിയ മണ്ണിടിച്ചിലല്ലാതെ ആളപായല്ല. ഇപ്പം നിലവിൽ ഭീതിപ്പെട്ട സാഹചര്യം പഞ്ചായത്തിലില്ല. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങളുമായി. ജംഷീർ, എന്താണ് വാഴക്കാട്, വാഴയൂർ പഞ്ചായത്തുകളിലെ അവസ്ഥ? ക്യാമ്പുകൾ തുടങ്ങേണ്ട ഘട്ടമായിട്ടുണ്ടോ? സൈഫു, ഇന്നലെ പുലർച്ചെ, അതായത് രാത്രി മുതൽ പുലർച്ചെ മുതൽ പെയ്ത മഴയിലാണ് വാഴക്കാട് പഞ്ചായത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വാഴക്കാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ്, വാഴക്കാട് വാഴയൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ചാലിയാർ കര കവിഞ്ഞതിനെ തുടർന്ന് വെള്ളം കയറിയത്. അവിടെ ചാലിയാർ പുഴയുടെ സമീപമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വാഴക്കാട് പഞ്ചായത്തിലെ മതിയാങ്കല്ലിങ്കൽ, തിരുവാലൂർ, കോലത്തുംകടവ്, ചെറുവട്ടൂർ, ആക്കോട്, വട്ടപ്പാറ, വാലില്ലാപ്പുഴ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത്. സമാനമായ രീതിയിൽ വാഴയൂർ പഞ്ചായത്തിലെ പുഞ്ചപ്പാടം, മൂലപ്പുരം, തിരുത്തിയാറ്, പിന്നേപ്പാടം, അടിഞ്ഞിലം, പുറ്റേക്കടവ് എന്നീ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളത്തിലായിട്ടുണ്ട്. ഇന്ന് രാവിലെ പ്രധാന പാതയായിട്ടുള്ള കോഴിക്കോട് ഊട്ടി സംസ്ഥാന പാതയിലെ വാഴക്കാട് വാലില്ലാപ്പുഴയിൽ വെള്ളം കയറുന്ന ഒരു റോഡിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി ബസ് സർവീസുകളൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരുന്നു. വലിയ വാഹനങ്ങളാണ് പിന്നീട് ആ ഭാഗത്ത് കൂടി പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ അല്പം മഴയ്ക്ക് ശമനം, ഉച്ചയോടുകൂടി മഴയ്ക്ക് ശമനമുണ്ടായതോടെ വെള്ളം ഇറങ്ങിയതായിട്ടുള്ള വിവരം വരുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, അവിടെ സ്കൂളിൽ GMLP സ്കൂളിലും വെള്ളം കയറി. വാഴയൂർ പഞ്ചായത്തിൽ നിലവിൽ 10ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലുകളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലടിയിലാവുന്ന സാഹചര്യം ഉണ്ടായതോടു കൂടിയാണ് ഈ കുടുംബങ്ങളെ സുരക്ഷയെ മുൻനിർത്തി മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. അത് വാഴയൂർ പഞ്ചായത്തിലെ കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സ്ഥലങ്ങളിൽ ഇപ്പോൾ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തുന്നുണ്ട്. അതേസമയം തന്നെ മഴ ഒരല്പം ഉച്ചയോടുകൂടി മഴ അല്പം മാറി നിന്നത് ആശ്വാസകരമാണ്. ഈ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ തന്നെ ഇപ്പോൾ വെള്ളം അല്പം കുറയുന്നുണ്ട് എന്നുള്ള, ചെറിയ തോതിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. രാവിലെ ശക്തമായ മഴയായിരുന്നെങ്കിലും ഒരു ഉച്ചയോടുകൂടി അല്പം കുറവുണ്ടായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ മേഘാവൃതമായി വരുന്നുണ്ട്. ഇനി മഴ വരുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. എന്നാൽ കുറച്ച് മണിക്കൂറുകൾ മഴ മാറി നിന്നുകൊണ്ട് തന്നെ ഈ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇപ്പോൾ അല്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളായി വരുന്നത്.